ഹായ് ടു ഓൾ. പാരതന്ത്ര്യം മാനികൾക്ക് മൃതിയേക്കാൾ ഭയാനകം. നമ്മൾ ചെറിയ ക്ലാസ്സുകളിൽ പഠിക്കുന്ന ഒരു സ്ലോഗനാണ് അല്ലേ? തീർച്ചയായിട്ടും അത് പറയും, ധൈര്യമുള്ളവൻ ഒരിക്കലും മരിക്കുന്നു, ധൈര്യമില്ലാത്ത ഭീരുക്കൾ അനേകായിരം തവണ മരിക്കുന്നു. നമ്മൾ ഇന്ന് നമ്മുടെ രാജ്യം 78ാമത്തെ സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുകയാണ്. ഈ വേളയിൽ നമ്മുടെ രാജ്യത്തിൻ്റെ ഐക്യവും അഖണ്ഡതയും നമ്മുടെ ഭരണഘടനയും ഒക്കെ അതിലേക്ക് ഊന്നി നിന്നുകൊണ്ട് നമുക്ക് പറയാം, ഞാനത് ഇന്ത്യക്കാരാണ് എന്ന് അഭിമാനത്തോടെ പറയാം. നമ്മുടെ മഹാകവി വള്ളത്തോൾ പറഞ്ഞ പോലെ, ഭാരതമെന്ന് കേട്ടാലോ അഭിമാനപൂരിതമാകണം അന്തരംഗം, കേരളമെന്ന് കേട്ടാലോ തിളയ്ക്കണം ചോരൻ നരമ്പുകൾ. അന്നത്തെ ലോകക്രമമല്ല ഇന്നത്തെ ലോകക്രമം. അതുകൂടെ പറഞ്ഞുകൊണ്ടാണ് ഞാനിവിടെ. കാരണം ഞാൻ 2006 മുതൽ വിദേശ പ്രവാസിയാണ്. 98 മുതൽ ഞാൻ പ്രവാസിയാണ്. ഞാൻ എൻ്റെ കോളേജ് പഠനം, ഡിപ്ലോമ പഠനത്തിന് ശേഷം ഞാൻ പ്രവാസിയായിരുന്നു. പ്രവാസത്തിലാണ് എൻ്റെ ജീവിതത്തിൻ്റെ ഒരു സിംഹഭാഗവും ഞാൻ സ്പെൻഡ് ചെയ്തിട്ടുള്ളത്. അപ്പം അതിൽ നിന്നുകൊണ്ട് എനിക്ക് പറയാൻ പറ്റും, ഞാനൊരു മനുഷ്യനെ മറ്റൊരു മനുഷ്യനായിട്ട് കാണുന്നത് ആ വ്യക്തിത്വം ഉള്ള എന്ന നിലയിലാണ്. കാരണം ഒരു രാജ്യക്കാരൻ എന്ന നിലയിൽ നമുക്ക് അവരെ ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. 2006 ഏപ്രിൽ 12 ഞാൻ ആദ്യമായിട്ട് ഒമാനിൽ വന്നത്. ഒമാനിൽ വന്നതിന് ശേഷം അവിടെ എത്തി ഏകദേശം 21 മാസം വർക്ക് ചെയ്തു. 21 മാസം വർക്ക് ചെയ്തതിന് ശേഷം ഞാൻ അവിടെ നിന്ന് തിരിച്ച് നാട്ടിലേക്ക് പോകാണ്ട് വേറെ ഓപ്പർച്യൂണിറ്റി വേണ്ടി. അപ്പം ഞാൻ പോകുമ്പോൾ, കാരണം ഞങ്ങളുടെ കമ്പനിയിലുള്ളത് ഞങ്ങൾ മൊത്തം 16 പേരിൽ 16 ഇതുണ്ട്, ബെഹ്റനീസ് ഉണ്ട്. പക്ഷെ അവരവിടെ വരാറില്ല, സ്റ്റാൻഡ് ബൈ കോർഷനായിരുന്നു. ബെഹ്റനീസ് അല്ല, സോറി, ഒമാനികൾ. അപ്പോൾ അവിടെ കൂടുതലായിട്ടുള്ളത് 16 പേരിൽ ഞങ്ങൾ 5 പേര് ഇന്ത്യക്കാരും ബാക്കി ഈ 11 പേര് പാകിസ്ഥാനികളാണ്. ഇതിനൊരാൾ ഇതുണ്ട്, സോറി, ഒരു മംഗലാപുരം ഇന്ത്യക്കാരിൽ ഒരാൾ മംഗലാപുരക്കാർ മലയാളികളായിട്ട് പിള്ള സാറ്, ബിജേട്ടനെ പിള്ള സാർ, സോറി, ഇവർ രണ്ടുപേരും മലയാളികളുണ്ട്. പിന്നെ പ്രേം സിംഗ് റാവത്ത്, മൊയിനുദ്ദീൻ, അതുപോലെ ഇഷ്റത്ത്, 3 പേര്. ബാക്കിയുള്ള ഇതാണ്. എനിക്ക് കിട്ടിയൊരു ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എനിക്ക് ഹിന്ദി അറിയത്തില്ല. ഞാൻ പഠിച്ചിട്ട് ടെക്നിക്കൽ സ്കൂളിലാണ്. ടെക്നിക്കൽ സ്കൂളിൽ പഠിച്ചതിൽ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഹിന്ദി ഇല്ല, മലയാളം സെക്കൻഡ് ലാംഗ്വേജ് ഇല്ല, ഇല്ല, മലയാളം ആഴ്ചയിൽ ഒരു പീരീഡ് ഉണ്ട്, അതുപോലെ ബയോളജി. അപ്പോൾ ഹിന്ദി പഠിക്കുകയും ചെയ്യണം. കാരണം ഞാനത് വിതിൻ 2-3 months എൻ്റെ റൂംമേറ്റ് ആയിട്ട് ഡ്രൈവർ ലത്തീഫിക് ഉണ്ട്. ലത്തീഫിക് എന്നോട് പറഞ്ഞ്, നീ പെട്ടെന്ന് ഹിന്ദി പഠിക്കും, കാരണം നീ അവരോട് വർക്ക് ചെയ്യുന്നതാണ്. ഞാൻ ഇന്നും നിശംസമായി നിങ്ങളോട് പറയാം, ആ പാകിസ്ഥാനികൾ അവർ വളരെ വലിയ സ്നേഹമുള്ളവരാണ്. ഞാൻ 21 മാസത്തിന് ശേഷം ഞാൻ അവിടെ റിസൈൻ ചെയ്ത് പോകുമ്പോൾ അവരോട് പറഞ്ഞൊരു വാക്കുണ്ട്, ഞാനിവിടെ എത്തുന്നതിന് മുമ്പ് നിങ്ങളെ കണ്ടിരുന്നത് ഇന്ത്യക്കെതിരെ തോക്കുമായിട്ട് വരുന്ന തീവ്രവാദികളാണ് നിങ്ങൾ എന്നുള്ള രീതിയിലാണ് ഞാൻ കണ്ടിരുന്നത്. കാരണം നമ്മുടെ മീഡിയാസ് നമ്മളെ അതായത് മുട്ടക്കുളത്തിലെ തവള എന്ന് പോലെയാണ് എനിക്കതിൽ അറിവുണ്ടായിരുന്നത്. ഇന്ന് ഞാൻ പറയും, നിങ്ങൾ ലോകത്തിലെ ഏറ്റവും സ്നേഹമുള്ള ഒരു ജനവിഭാഗമാണ്. കാരണം അവർ മറ്റുള്ളവരെ ട്രീറ്റ് ചെയ്യും. ഇന്നും അതെ, ഇന്നും ഞാൻ എൻ്റെ കമ്പനിയിൽ അല്ലെങ്കിൽ എൻ്റെ അടുത്ത് ഞങ്ങളെ മുൻപ് വർക്ക് ചെയ്യുന്ന ആളുകളായിട്ട് ഏറ്റവും കൂടുതൽ കോൺടാക്ട്സ് ഉള്ളത് പാകിസ്ഥാനാണ്. അതുകൊണ്ട് അത്താവുള്ളൊക്കെ എന്ന് പറഞ്ഞ അത്തായും, അത് ഷസാദ് അഹമ്മദ്, ഇത് രണ്ടുപേരും. ഒരാൾ ഷസാദ് അഹമ്മദ് ഇപ്പോൾ ഒമാനിലാണ്, അതുപോലെ അത്താവുള്ളൊക്കെ ഇവിടെ ക്യാപിറ്റലിൽ പഴയ ഞങ്ങളുടെ കടയ കമ്പനിയാണ് ഞാൻ കമ്പനി മാറി. പക്ഷെ ഇപ്പോഴും ഒരു നമ്മളൊരു വിളിയിൽ അവർ നമ്മളെ മനസ്സിലാക്കും എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. കാരണം അതിൽ എന്താണ് അറിയുന്നത്, ജയൻ എന്ന വ്യക്തിത്വം അവർ മനസ്സിലാക്കുന്നു, അത്തയ എന്നുള്ള വ്യക്തിത്വം അല്ലെങ്കിൽ ഷസാദ് അഹമ്മദ് എന്ന വ്യക്തിത്വം ജയൻ മനസ്സിലാക്കുന്നു എന്നുള്ളതാണ് അതിനകത്തൊരു ആപ്ലിംഗിലുണ്ട്. അപ്പം എനിക്ക് പറയാനുള്ളത്, ഇന്നത്തെ ലോകക്രമത്തിൽ നമ്മളെല്ലാവരും ഒന്നാണ്. നമ്മൾ മനുഷ്യകുലമാണ്. മനുഷ്യനെ സ്പ്ലിറ്റ് ചെയ്യുന്ന പല പല ഘടകങ്ങളുണ്ട്. അതിൽ നമ്മൾ തുടങ്ങുകയാണെങ്കിൽ നമ്മുടെ സാമ്പത്തിക അസമത്വം എന്ന് പറയുന്ന ഒരു ഘടകം മുതൽ അതിനായിട്ട് പിന്നെ ചാതുർവർണ്ണം എന്ന് പറയുന്ന രീതിയിലോ അല്ലെങ്കിൽ മതങ്ങളായിട്ട്, അതുപോലെ തന്നെ ജാതി ചിന്തകളായിട്ട് എല്ലാത്തിനും നമുക്കൊരു ചെയ്യണം. പൊളിറ്റിക്കൽ പാർട്ടികൾ എന്താണ് വേണ്ടത്, എനിക്ക് വിജയിക്കാൻ എന്താണ് വേണ്ടത്, എന്നിൽ എന്ത് കുറവുണ്ട്, അതൊരു സ്ഥലത്ത് ഫില്ല് ചെയ്യുന്നത് ഇങ്ങനെയുള്ള ഘടകങ്ങളാണ്. അതായത് നമ്മളിപ്പോൾ ഒരു സാമ്പാർ ഉണ്ടാക്കുമ്പോൾ നമുക്ക് ഇത്രയധികം കഷ്ണങ്ങൾ വേണം. അപ്പോൾ അതിലെന്തെങ്കിലും കുറവുണ്ടെങ്കിൽ നമുക്ക് ഇടാൻ പറ്റുന്ന ചെറിയ പൊടിക്കൈകൾ എന്ന് പറഞ്ഞ പോലെ എടുത്തിട്ടാണ് ആളുകൾ അതിനെ ഇതാക്കുന്നത്. നമ്മുടെ ആളാണോ, നമ്മുടെ പാർട്ടിക്കാരനാണോ, നമ്മുടെ ഇതാണോ, സഹാവാണോ, അല്ലെങ്കിൽ സംഘിയാണോ, അല്ലെങ്കിൽ കോൺഗ്രസ്സുകാരാണോ, അല്ല, ഇങ്ങനെയൊന്നും അല്ല വേണ്ടത്. നമ്മൾ വേണ്ടത് നമ്മൾ മനുഷ്യനാണ്, അല്ലെ? യഥാർത്ഥമായ മനുഷ്യനാവുകയാണ് വേണ്ടത്. സ്വാതന്ത്ര്യമായാലും ഏത് ദിവസം നമുക്ക് സ്വാതന്ത്ര്യമുണ്ട്. നമ്മൾ ആലോചിച്ച് നോക്കി, നമ്മൾ ആ ഒരു സ്വാതന്ത്ര്യത്തിന് മുമ്പുള്ള കാലഘട്ടത്തിൽ നമ്മളെ മഹാന്മാരായ എത്രയോ ആളുകൾ, മഹാത്മജി മുതൽ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു വരെയുള്ള എത്രയോ ആളുകൾ, നേതാജി സുഭാഷ് ചന്ദ്രബോസ്,
ഇങ്ങനെ തുടങ്ങിയവർ എത്രയോ ത്യാഗോജ്വലമായ ഒരു പോരാട്ടങ്ങൾക്ക് ശേഷമാണ് നമുക്ക് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചത്. അതിനുശേഷം നമ്മുടെ രാജ്യത്തിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്തു? ഞാനെന്ന നിലയിൽ, ജയനെന്ന നിലയിൽ ഞാനെന്ത് ചെയ്തു? നിങ്ങൾ എന്ത് ചെയ്തു? നമ്മുടെ രാജ്യത്തിനെ വളർത്തുവാനാണ് നമ്മൾ എന്ത് ചെയ്തു? നമ്മുടെ ലോകത്തിനെ വളർത്താൻ. ഇന്ന് ലോകം ഒന്നാണ്. ശരിക്കും മുരളീത് മാരുകുട്ടി എഴുതിയ ഒരു പോസ്റ്റിലൂടെയാണ് ഞാൻ കൂടുതൽ ഇതിനെ പറയാൻ പരാമർശിക്കുന്നത്. മൈത്രേയനെ മനസ്സിലാക്കാൻ കേരള ജനത ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അദ്ദേഹത്തിന്റെ പോസ്റ്റുകൾക്ക് കീഴെ വരുന്ന മെസ്സേജുകളിൽ പോസിറ്റിവിറ്റി ഉണ്ടായി തുടങ്ങി എന്നുള്ളത് കേരളത്തിന്റെ മാറുന്ന, ചിന്തിക്കുന്ന ജനതയുടെ ഒരു വിപ്ലവകരമായ ഒരു മാറ്റമാണെന്ന് പറഞ്ഞതാണ് ശരിക്കും തീർച്ചയായിട്ടും അതെ. നമ്മൾ പല കാര്യങ്ങളും നമ്മൾ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്, ഞാൻ ആ ഒരു എന്താ പറയുക, ഞാൻ ഒരു വീടിനുള്ളിലോട്ട് നോക്കുകയാണെങ്കിൽ താക്കോൽ പഴുതിലൂടെ നോക്കുമ്പോൾ നമുക്കൊരു മുറിയുടെ കുറച്ച് അംശം മാത്രമേ കാണൂ. പക്ഷെ അതൊരു 1000 മുറികളുടെ വീടാണെങ്കിലും നമ്മൾ ഉള്ളിലോട്ട് കയറി ചെല്ലുന്ന പോലെ തന്നെയാണ് നമ്മൾ പല വിശ്വാസങ്ങളും, പല നമ്മുടെ പറയും നിലപാടുകൾ എന്താണോ അതിനു വേണ്ടി പറയും. പക്ഷെ അതല്ല നമുക്ക് വേണ്ടത്. എന്താണ്? നമ്മൾ യഥാർത്ഥമായിട്ട് സ്നേഹമാണ് വേണ്ടത്. അതിനെ സ്നേഹിക്കുക, പരസ്പരം മറന്ന് സ്നേഹിക്കുക. അതിന് ജാതി മത വ്യത്യാസങ്ങളോ രാജ്യങ്ങളോ ഒന്നുമില്ല. ഭാഷകൾ പോലും അറിയാതെ എത്രയോ ആളുകൾ പ്രണയിക്കുന്നുണ്ട്. ഭാഷകൾ പോലും അറിയാതെ. തീർച്ചയായിട്ടും ആ ഒരു യഥാർത്ഥ സ്നേഹം, യഥാർത്ഥമായിട്ട് ഉള്ളിൽ നിന്ന് വരുന്ന ആ സ്നേഹം, അത് തന്നെയാണ് ലോകത്തിനെ മാറ്റിമറിക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ഔഷധമാണ്. ഒരു മനുഷ്യനോട് പ്രവാചകൻ മുഹമ്മദ് നബി പറഞ്ഞ എന്താണ്? ഒരു പുഞ്ചിരി പോലും ദാനമാണെന്ന് പറയുന്നത്. പുഞ്ചിരിക്കാൻ പോലും അറിയാൻ, അല്ലെങ്കിൽ അതിന് പോലും ശ്രമിക്കാത്ത എത്രയോ മനുഷ്യർ പറയുന്നത്. എന്റെ ജീവിതം ഇതിനു വേണ്ടിയാണല്ലോ എന്നൊരു പരിധിയിൽ ജീവിക്കുന്ന എത്ര ആളാണ്? ഒരിക്കലുമല്ല. എല്ലാവർക്കും സാധിക്കും. ആർക്കും സാധിക്കാത്തതായിട്ടൊന്നുമില്ല. നമ്മുടെ ഉള്ളിലെല്ലാം ഉണ്ട് ആ ഒരു കരുത്ത്. നമ്മളതിനെ തിരിച്ചറിയുക. തീർച്ചയായിട്ടും നമ്മൾ പല രീതിയിലാണ്, പല സിറ്റുവേഷനാണ് ആ കരുത്തിനെ തിരിച്ചറിയുന്നത്. OH റഹ്മാൻ സാറിനുള്ള യാത്രകൾ തന്നെയാണ് എന്നെ ഈ ഒരു നിലയിലോട്ട്, ഇന്നത്തെ ഈ രീതിയിലോട്ട് ചെയ്യണമെന്നുള്ള രീതിയിൽ, ഈ നിങ്ങളുടെ രീതിയിൽ മുമ്പിൽ ഇന്ന് സംസാരിക്കുന്ന ഒരു വ്യക്തിത്വമാക്കി മാറ്റിയത്. താങ്ക്സ് എ ലോട്ട്. താങ്ക് യു വെരി മച്ച് റഹ്മാൻ സാറിന് നന്ദി പറഞ്ഞുകൊണ്ട്, സാറിന് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അനുസരിക്കുന്നത്. ജയ് ഹിന്ദ്, വന്ദേ മാതരം. അപ്പോൾ നമ്മുടെ പൂർവികർ നമുക്ക് വേണ്ടി പോരാടി തന്ന സ്വാതന്ത്ര്യം നമുക്ക് ഉപയോഗപ്പെടുത്തുന്നത് ഈ ലോകത്തിന് മൊത്തമായിട്ടാകട്ടെ. ലോകാ സമസ്ത സുഖിനോ ഭവന്തു.